എഴുതണം. അല്ലാതെ മറ്റുള്ളവരുടെ കോപ്പി അടിക്കുകയല്ല വേണ്ടത്. കേട്ടോ? എടാ ടിൻഡു, ഇത് നീ തന്നെയാണോ പറയുന്നത്? അതെ, ടിൻഡു തന്നെ. ടിൻഡു ഇപ്പൊ പഴയ ടിൻഡു അല്ല. എടാ ടിൻഡു, എന്നെ ഒന്ന് വീട്ടിലേക്ക് തരുമോ? വീട്ടിൽ പോയിട്ട് വേണം എനിക്ക് ട്യൂഷന് പോവാൻ. ഓ, അതിനെന്താ? എന്താ മോനെ ഇത്ര ലേറ്റ് ആയത്? അമ്മേ, അതുണ്ടല്ലോ അമ്മേ, ഞാൻ ഇന്ന് സ്കൂള് വിട്ട് വരുന്ന വഴിക്ക് ആ ടോണി എന്റെ ബുക്ക് തട്ടിപ്പറിച്ചു. എന്നിട്ട് നമ്മുടെ ടിൻഡുമോനില്ലേ, അവനാ എന്നെ രക്ഷിച്ചത്. ഏത്, നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ടിൻഡുമോനോ? അതെ അമ്മേ. അവൻ നിന്നെ എങ്ങനെ രക്ഷിച്ചു എന്നാ നീ പറയുന്നേ? അവനാണമ്മേ എനിക്ക് ടോണിയുടെ കയ്യിൽ നിന്നും ആ ബുക്ക് തിരികെ വാങ്ങി തന്നത്. അത് ചിലപ്പോ അവന് നോക്കി എഴുതാനായിരിക്കും. അതൊന്നും അല്ല അമ്മേ, അവനിപ്പ പഴയ പോലൊന്നും അല്ല. എന്തൊക്കെയോ ശക്തിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ശക്തി മണ്ണാങ്കട്ട, ഒന്ന് പോയാട്ടെ അവിടുന്ന്. ടിൻഡുമോന് ശക്തിയെ, നീ പോയി കുളിച്ചു മാറ്റി ട്യൂഷന് പോവാൻ നോക്ക്. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി. അമ്മേ, ആ റിമോട്ട് ഒന്ന് വന്നേ, എനിക്ക് കാർട്ടൂൺ കാണണം. കാർട്ടൂൺ ഒന്നുമില്ല, എനിക്ക് പാട്ട് കേൾക്കണം. എന്തമ്മേ, പ്ലീസ് അമ്മേ, ഒന്ന് ചാനല് മാറ്റമ്മേ. നീ ട്യൂഷന് പോവാൻ നോക്ക്. ഞാൻ ഈ കാർട്ടൂൺ കഴിഞ്ഞിട്ട് ട്യൂഷന് പോയിക്കോളാം. എന്തമ്മേ? ഇല്ല, അതൊന്നും പറ്റില്ല. ഹലോ ടിൻഡു. What a world, the situation baby. Here gonna make it more. Da 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 da. Just go blah blah blah. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. ഇതെന്ത് മായാജാലം? അതൊക്കെ ടിൻഡുമോന്റെ ശക്തിയാണമ്മേ. അമ്മയ്ക്ക് പാട്ടും കേൾക്കാം, എനിക്ക് കാർട്ടൂണും കാണാം. ഈ ടിൻഡു ആരാ മോൻ? അയ്യോ, ഇത് ടോയ് ഫോൺ ആയിരുന്നു. വെറുതെ സ്വപ്നം കണ്ടത് മിച്ചം. എത്ര മനോഹരമായ സ്വപ്നം. അപ്പോ ഇത് ശരിക്കും മാന്ത്രിക മൊബൈൽ ആയിരുന്നോ? ഈ കഥ ഇവിടെ തീരുന്നില്ല. ഇതൊരു തുടക്കം മാത്രം. എത്ര നല്ല ഭക്ഷണം, എന്ത് നല്ല സുഖ സൗകര്യങ്ങൾ. ദാസാ, ഉലകങ്ങൾ ചുറ്റിപ്പായും ജീവിതമെന്നൊരു സഞ്ചാരി. ഒരൈഡിയ, നമുക്ക് തൊട്ട് കളിച്ചാലോ? അയ്യോ, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് ഓടി വന്നത്? എന്നെയും കൂടി കൊടുക്കാനോ? ഇത് ഞാൻ വച്ചാലും പൊട്ടും. അതമായമാരെ ഗപ്പൂർക്കാന്നെ. കള്ളന്മാരെയും കൊള്ളക്കാരെയും ഞങ്ങൾ എവിടെ കണ്ടാലും മണത്തറിയും, അല്ലേ വിജയ? ഉലകങ്ങൾ ചുറ്റിപ്പായും ജീവിതമെന്നൊരു സഞ്ചാരി. ഇത് നിറയെ മയക്കുമരുന്നുകളാ. ഇതെങ്ങനെ അവിടെ എത്തി? വാട്ട് ഈസ് ദ സർപ്രൈസ്? ഉയരങ്ങൾ തേടും താഴ്വാരം.
മോനെ ടിഞ്ചു, ഒന്ന് എണീറ്റേ. ഓ, ഈ അമ്മയെ കൊണ്ട് തോറ്റു. ഒന്ന് ഉറങ്ങാനും സമ്മതിക്കില്ല. എടാ ഒന്ന് എണീറ്റേടാ. പോയി ഒരു പാക്കറ്റ് ബ്രെഡ് വാങ്ങി വാ. ഇവിടുത്തെ ഗ്യാസ് തീർന്നു. ഗ്യാസ് തീർന്നാ ബ്രെഡ് കൊണ്ട് അടുപ്പ് കത്തിക്കാൻ പറ്റുമോ? ഷോ, ബ്രെഡ് കൊണ്ട് അടുപ്പ് കത്തിക്കാനല്ല, രാവിലത്തെ ഭക്ഷണത്തിനാ. ഭക്ഷണമാവുന്നതിന് മുമ്പ് തന്നെ ഗ്യാസ് തീർന്നു. നീ പോയി ബ്രെഡ് വാങ്ങി വാ. അച്ഛാ, ഞാനേ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം? അച്ഛൻ 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 സ്വർഗത്തിലിരുന്ന് പേപ്പർ വായിക്കുന്നതായിട്ട്. എടി കണ്ടില്ലേ? എന്നിട്ടെന്താ, എനിക്കപ്പൊ തന്നെ മനസ്സിലായി അതൊരു സ്വപ്നമായിരിക്കും. സൈക്കിൾ എടുക്കണ്ട, നടന്നു പോയാ മതി. ചേട്ടാ, ടൗണിൽ പോവോ? പോവും. എങ്കി ചേട്ടൻ തിരിച്ചു വരുമ്പോൾ എനിക്കൊരു പാക്കറ്റ് ബ്രെഡ് വാങ്ങിച്ചോണ്ട് വരുവോ? എടാ ടിൻഡു, നീ എങ്ങോട്ടാ ഇത്ര ധൃതി പിടിച്ചിട്ട്? ഒന്നും പറയണ്ട മോനെ, എന്റെ വല്യപ്പച്ചൻ വളരെ സീരിയസ് ആയി ഹോസ്പിറ്റലിലാണ്. ഇപ്പൊ മടിയാവെന്നാ തോന്നുന്നത്. അങ്ങനെയൊന്നും പറയരുത് കുഞ്ഞാടെ. ദൈവം തമ്പുരാൻ മോളീന്ന് വിളിച്ചാൽ നമ്മളെല്ലാവരും പോണം മോനെ. ഞങ്ങൾ അടുത്ത് നിന്ന് വിളിച്ചാ പോലും വല്യപ്പച്ചൻ കേക്കൂല. പിന്നെ ദൈവം തമ്പുരാൻ മോളീന്ന് വിളിച്ചാൽ. എടാ, നിന്റെ വല്യപ്പച്ചൻ എന്താ പറ്റിയത്? ഒന്നും പറയണ്ട മോനെ, ബട്ടർഫ്ലൈ കേറിയതാ. ബട്ടർഫ്ലൈ കേറിയതോ? നീയല്ലേ പറഞ്ഞത് നിന്റെ വല്യപ്പച്ചൻ വലിയ പുലിയാണെന്നും ധൈര്യശാലിയാണെന്നുമൊക്കെ? എന്നിട്ടിപ്പോ ഒരു ബട്ടർഫ്ലൈ കയറിയപ്പോഴേക്കും ഹോസ്പിറ്റലിലായോ? ഉളു അടിക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റ് വേണം. എടാ, ഞാൻ പറഞ്ഞതൊക്കെ സത്യാ. വല്യപ്പച്ചൻ ഭയങ്കര ധൈര്യശാലിയൊക്കെ തന്നെയാ. ഓ പിന്നെ, എന്നിട്ടാണല്ലോ ഒരു ബട്ടർഫ്ലൈ കയറിയപ്പോഴേക്കും സീരിയസ് ആയി ഹോസ്പിറ്റലിലായത്. എടാ, ബട്ടർഫ്ലൈ എന്ന് പറയുന്നതേ എന്റെ വീടിന്റെ മുന്നിലൂടെ ഓടുന്ന സൂപ്പർ ഫാസ്റ്റ് ബസ്സാ. കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ. എന്ത് പൊട്ടിയാലും ഒട്ടിക്കാൻ പറ്റുന്ന സൂപ്പർ പശ. ഇതാ കണ്ടോളൂ, ഇതാ കണ്ടോളൂ. കണ്ടില്ലേ? മടിച്ചു നിൽക്കാതെ കടന്നു വരൂ. 4 എണ്ണം വാങ്ങിയാൽ 1 സൗജന്യം. ഒരു പശ 4 എണ്ണം വാങ്ങിച്ചോളൂ, 1 സൗജന്യം നേടൂ. വേണ്ട, 1 മതി. മടിച്ചു നിൽക്കാതെ കടന്നു വരൂ. എന്ത് പൊട്ടിയാലും ഒട്ടിക്കാൻ പറ്റുന്ന സൂപ്പർ ഗം. ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്നിവിടങ്ങളിൽ മാത്രം കാണുന്ന സൂപ്പർ പശ ഇപ്പോഴിതാ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലും. പൊട്ടി എന്തും ഒട്ടിച്ച് നേരെയാക്കാൻ പറ്റുമോ? അതെ, എന്തും ഒട്ടിച്ച് നേരെയാക്കാം. എടാ, നീ പരീക്ഷയ്ക്ക് പൊട്ടിയില്ലേ, അതൊന്ന് നേരെയാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു നോക്ക്. പോടാ, മണ്ടത്തരം പറയാതെടാ. പൊട്ടി എന്തും ഒട്ടിച്ച് നേരെയാക്കാൻ പറ്റുമോ? അതെ, പൊട്ടിയതെന്തും ഒട്ടിക്കാം. കളവുമില്ല, ചതിയുമില്ല. മടിച്ചു നിൽക്കാതെ കടന്നു വരൂ, കടന്നു വരൂ. സൂപ്പർ ഗം 4 എണ്ണം വാങ്ങിയാൽ 1 ഫ്രീ. എന്നാലേ ഇതൊന്ന് ഒട്ടിച്ചേ. വിഷുവിന് പൊട്ടിയ പടക്കമാ. കാണട്ടെ ചേട്ടന്റെ ഒരു മിടുക്ക്. സാർ, കഴിക്കാൻ എന്താ വേണ്ടത്? എനിക്കൊരു കോഫി. നിനക്കെന്താ വേണ്ടത്? എനിക്കും കോഫി മതി. അപ്പോ 2 കോഫി. ബ്ലാക്ക് കോഫിയാണോ അതോ? ഓഹോ, ഇപ്പൊ അങ്ങനെയുണ്ടോ? കാലത്തിന്റെ ഒരു പുരോഗതിയെ. എനിക്ക് ബ്ലാക്ക് കോഫി മതി. നിനക്കോ? എനിക്ക് ഗ്രീൻ. അല്ലല്ല, വേണ്ട, റെഡ് കോഫി മതി. അപ്പോ എനിക്കൊരു ബ്ലാക്ക് കോഫി, ഇവനൊരു റെഡ് കോഫി. വേഗം വേണം. അയ്യോ സാർ, ബ്ലാക്ക് കോഫി എന്നാൽ പാലൊഴിക്കാത്ത കോഫി എന്നാ. താനെന്താണോ ആളെ കളിയാക്കുക? നമ്മൾ ഇതുപോലത്തെ വലിയ ഹോട്ടലിൽ ഇതിനു മുമ്പും കേറിയിട്ടുണ്ട്. പോയി പാലൊഴിച്ച കോഫിയും കൊണ്ടുവാ. നമ്മളാടാ കളി. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഏതെങ്കിലും ചെറിയ ഹോട്ടലിൽ കയറിയാ മതിന്ന്. ഇനിയിപ്പൊ അവൻ എന്ത് പണ്ടാലാണാവോ കൊണ്ടുവരിക. സാർ, ഇതാ കോഫി. ഓ, ഇത് കോഫിയാണെന്ന് എനിക്കും അറിയാം. പോയെ പോയെ. ഹോ, വലിയ ആള് വന്നിരിക്കുന്നു. ഇതെന്താ ഡയറിയോ? സാർ,
ഇത് ബില്ല. കിച്ചിന് നല്ലതാ. ചേട്ടാ, ബാക്കി 1 രൂപയില്ലേ? നമുക്ക് 2 മിഠായി വാങ്ങാം. അച്ഛനോട് ചോദിക്കാതെ കാശ് ചെലവാക്കാൻ പാടില്ല കേട്ടോ. ചേട്ടൻ അച്ഛനെ വിളിച്ച് ചോദിച്ചിട്ട് നമുക്ക് 2 മിഠായി വാങ്ങാം. ആ അച്ഛാ, ഞാൻ ടിൻഡു. കാപ്പി കുടിച്ചിട്ട് ബാക്കി 1 രൂപയുണ്ട്. ഞങ്ങൾ 2 മിഠായി വാങ്ങട്ടെ? വാങ്ങിച്ചോ മോനെ. ചേട്ടാ, 2 മിഠായി. ഇതാ. അയ്യോ, കാശ്. Digimon rocks. D&D rocks. Digimon rocks. यात्रियां कृपया ध्यान दीजिए, गाड़ी नंबर 6001 थोड़ी ही देर में प्लेटफॉर्म नंबर 1 पर आने की संभावना है. അപ്പൂപ്പന് ഹിന്ദി അറിയില്ലല്ലേ? അപ്പൂപ്പ, അതായത് യാത്രക്കാർ ധ്യാനിച്ചിരുന്നോ തീവണ്ടി ഇപ്പൊ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വരുമെന്ന്? അപ്പോ ഇതല്ലേ 1-ാം നമ്പർ പ്ലാറ്റ്ഫോം? അതെ. എന്നാല് ഞാൻ അപ്പുറത്ത് എവിടെയും പോയി നിന്നോളാം. ജീവിച്ചു കൊതി തീർന്നിട്ടില്ല മോനെ. ജീവൻ വേണേൽ റെയിലിലോട്ട് ഇറങ്ങി നിന്നോ. വണ്ടി പ്ലാറ്റ്ഫോമിൽ കയറിയാലോ പൊടി പോലും കിട്ടില്ല. കഷ്ടം. ഹിന്ദി അറിയാൻ പാടില്ലാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ട്. ഹലോ, ചിഞ്ചുവോ? എന്താടാ? ഇല്ലടാ, ഞാനന്ന് കൊച്ചിക്ക് പോവുക. ഓ, നീ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആണല്ലേ? ഇല്ല, ഒരു 10 മിനിറ്റ് മുമ്പ് വരെ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നു. ഇപ്പൊ ഞാൻ ഇൻസൈഡ് സ്റ്റേഷനാ. ഞാൻ സ്റ്റേഷന്റെ അകത്ത് കയറി. ഓക്കേടാ, ഞാൻ വന്നിട്ട് വിളിക്കാം. ബൈ. മോനെ, ഇവിടെ സീറ്റുണ്ടോ? ഓ, ഇഷ്ടം പോലെ. സീറ്റൊക്കെ ഫുള്ളാണല്ലോ. മര്യാദയ്ക്ക് മുന്നിലെ കമ്പാർട്ട്മെന്റിൽ കയറിയാ മതിയായിരുന്നു. ആ ചെക്കനോട് ഞാൻ ചോദിച്ചതാണല്ലോ. എടാ, ഞാൻ നിന്നോട് സീറ്റ് ഉണ്ടോന്ന് ചോദിച്ചല്ലേ കയറിയത്. താനെന്താ ആളെ കളിയാക്കുക? ചേട്ടൻ എന്താ കണ്ണു കണ്ടൂടെ? ഈ കാണുന്നതൊക്കെ സീറ്റ് അല്ലാതെ പിന്നെന്താ? അതിനിതൊക്കെ ഫുള്ളല്ലേ. ചേട്ടൻ സീറ്റ് ഉണ്ടോന്നല്ലേ ചോദിച്ചുള്ളൂ, അല്ലാതെ സീറ്റിൽ ആളുണ്ടോന്ന് ചോദിച്ചില്ലല്ലോ. Digimon rocks. D&D rocks.